അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനായി ദില്ലി പോലീസ് പുതിയൊരു ബസ് സേനയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. മൊബൈൽ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ വാഹനമായ ഈ ബസ് അടിയന്തര ഘട്ടങ്ങളിൽ ഫലപ്രദമായ ആശയവിനിമയങ്ങൾക്കും മറ്റും കരുത്തു പകരുന്നതാണ്. 6 മാസമാണ് ബസിന്റെ നിർമ്മാണം പൂർത്തിയാകാൻ വേണ്ടിവന്ന സമയമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഈ മൊബൈൽ കൺട്രോൾ റൂമിൽ ഒരുക്കിയിട്ടുണ്ട്. ബസിനെ കുറിച്ചുള്ള ആഴമേറിയ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും CNG ഷാസിയെ അടിസ്ഥാനമാക്കിയാണിത് ഒരുക്കിയിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. നേവി ബ്ലൂ നിറത്തിലുള്ള ബസ്സിൽ പലയിടത്തും ദില്ലി പോലീസിന്റെ ലോഗോ കാണാം. കോൺഫറൻസ് റൂം, ഇന്റഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, വോയിസ് ലോഗർ, വയർലെസ് റേഡിയോ ഓപ്പറേറ്റർ കൺസോളുകൾ, CCTV സംവിധാനം, അൺഇന്ററപ്റ്റഡ് പവർ സപ്ലൈ തുടങ്ങിയ സംവിധാനങ്ങൾ പുതിയ ബസ്സിലുണ്ട്. 3.7 കോടി രൂപയാണ് ബസിന്റെ ആകെ ചെലവ്. ദില്ലിയിൽ നടക്കുന്ന റിപ്പബ്ലിക് സ്വാതന്ത്ര്യദിന പരിപാടികൾക്കാവശ്യമായ സുരക്ഷ ഒരുക്കുന്നതിൽ പുതിയ മൊബൈൽ കൺട്രോൾ റൂം പോലീസിന് മുതൽക്കൂട്ടാവും. കൂടാതെ VIP, VVIP സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജീകരിക്കുന്നതിൽ ഈ MCCV പ്രധാന പങ്ക് വഹിക്കും. ഈയിടെയാണ് പുതിയ ബസ് ദില്ലിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തത്. ദില്ലിയിലെയും പരിസര പ്രദേശങ്ങളിലെയും സുരക്ഷയ്ക്കായി ഏത് സമയത്തും പ്രവർത്തന സജ്ജമാണ് പുതിയ മൊബൈൽ കൺട്രോൾ റൂം എന്ന് ദില്ലി പോലീസ് കമ്മീഷണർ അമൂല്യ പട്നായിക് അറിയിച്ചു. ഷാലിമാർ ബാഗിൽ സ്ഥിതി ചെയ്യുന്ന ദില്ലി പോലീസ് കമ്മ്യൂണിക്കേഷൻ ആസ്ഥാനത്തെത്തി പുതിയ ബസ്സിലെ സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. പുതിയ മൊബൈൽ കൺട്രോൾ റൂം സംവിധാനം ദില്ലിയിലും പരിസര പ്രദേശങ്ങളിലും ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ചെന്നെത്താൻ കഴിവുള്ളതാണ്. മാത്രമല്ല, അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇത് പോലീസിന് മേൽക്കോയ്മ നൽകും. രാജ്യ തലസ്ഥാനമായതുകൊണ്ട് തന്നെ ദില്ലി എല്ലായ്പ്പോഴും തീവ്രവാദ ആക്രമണ ഭീഷണി നേരിടാറുണ്ട്. പുതിയ മൊബൈൽ കൺട്രോൾ റൂം വരുന്നതോടെ തലസ്ഥാനത്തെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ പോലീസിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.